ഹായ്. അപ്പോൾ ഇന്ന് ഭയങ്കര ലക്കായിട്ട് ഒരു നല്ലൊരു അടിപൊളി ഫിഷ്, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടിയിട്ടുണ്ട്. സീ ബാസ്. അത് ഇവിടുത്തെ ആളുകൾ ചൂണ്ടയിട്ട് കടലിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ട് പുള്ളി അതെനിക്ക്, ഞാൻ ഷെഫായ കാരണം കൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, ബിജു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തന്നു പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു അടിപൊളി ഫിഷ്, വോൾ ഫിഷ്, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ, ടിപ്പിക്കൽ സൗത്ത് ഇന്ത്യൻ മസാലയെല്ലാം ഇട്ട് വോളായിട്ട് നമ്മൾ ഓവനകത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇവരിപ്പം വല്ല പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി മീൻ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ മീനെ നമ്മൾ നല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 2 കിലോൻ്റെ അടുത്തോളം വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്ത മീനിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക്, ഒരു നാരങ്ങ. ഇത് വലിയ നാരങ്ങയാണ്, അപ്പോൾ ഒരു വലിയ നാരങ്ങ. അപ്പോൾ നമ്മളിത് എല്ലാം കൂടി നല്ലപോലെ മാരിനേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മീന് ഒരു 15 to 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, മസാലയൊക്കെ നല്ലപോലെ പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അതിനകത്തോട്ട് ഒരു 25 ml എണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ഗ്രാം കടുക്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ട് കടുക്, 2 പച്ചമുളക്, ഒരു സ്പ്രിംഗ് കറിവേപ്പില, ഒരു 2 സവോള, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മുടെ സവോള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്, നല്ലപോലെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലപോലെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 2 തക്കാളി ചോപ്പ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പൈസസ്. ഇത് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഞാനൊരു 2 കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളവും കുടംപുളിയും കൂടിയിട്ട്. അതിന് തൊട്ടൊരു 150 ml കോക്കനട്ട് മിൽക്ക്, സിൽവർ ഫോയിൽ വിരിക്കുക. വിരിച്ചതിന് ശേഷം നമ്മുടെ മസാല ഒന്നിങ്ങനെ താഴത്തൊന്ന് വെച്ചു കൊടുക്കുക. ഫിഷ്, എന്നിട്ട് ആ ഫിഷിൻ്റെ മുകളിലൂടെ നമ്മുടെ ഗ്രേവി. ഒരു പൊടിക്ക് തേങ്ങാപ്പാൽ, കറിവേപ്പില, പച്ചക്കറിവേപ്പില. അതിനുശേഷം റാപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഫിഷ് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു 20 to 25 മിനിറ്റ് ഓവനിൽ നല്ല അടിപൊളിയായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന ഫിഷ് നല്ല ഓവനിൽ നല്ല ഒരു 20 മിനിറ്റ് ഓവനിൽ കുക്ക് ചെയ്തിട്ടുള്ള ഫിഷ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നല്ല വെളിച്ചെണ്ണയും കോക്കനട്ട് മിൽക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ കറിവേപ്പിലെല്ലാം നല്ല ബേക്ക് ചെയ്തിട്ടുള്ള മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല ഫിഷാണ് അത്, കാരണം ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.